നമസ്കാരം. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ലോക മാരിടൈം മേഖലയിൽ വലിയൊരു വാർത്തയുണ്ടായി. അമേരിക്കൻ ഫെഡറൽ മാരിടൈം കമ്മീഷൻ ലോകത്തെ വലിയ കപ്പൽ കമ്പനിയായ MSC കമ്പനിക്ക് ഒരു പിഴയിട്ടു. $22.67 മില്യൺ. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 205 കോടി രൂപ. 2020 മുതൽ 2024 വരെ MSC കപ്പൽ കമ്പനി ഡെമറേജ് ഇനത്തിലും ഡെറ്റിനേഷൻ ചാർജ് ഇനത്തിലും അതുപോലെ റെഫ്രിജറേറ്റർ കണ്ടെയ്നറുകളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിലുമൊക്കെ നടത്തിയ ക്രമക്കേടുകൾ, നിയമലംഘനങ്ങൾ ഈ അമേരിക്കൻ മാരിടൈം കമ്മീഷൻ കണ്ടെത്തുകയും ഇവർക്ക് ഇത്രയും ഭീമമായ ഒരു തുക പിഴയിടുകയും ചെയ്തു. ഇത്രയും ഭീമമായ ഒരു പിഴ ഈടാക്കുന്നത് തന്നെ മാരിടൈം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ കുറ്റകൃത്യം അല്ലെങ്കിൽ വലിയൊരു നിയമലംഘനമായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഒരു കപ്പൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടെയ്നറുകൾ ഇറക്കുവാനുള്ള സമയം, ഇറക്കിയാൽ അത് 24 മണിക്കൂറിനുള്ളിൽ അത് തിരിച്ച് കൊണ്ടുപോകാനുള്ള സമയം, ഇങ്ങനെയൊക്കെയുള്ള ഈ ഡെമറേജ് ഫീ എന്ന് പറയുന്നത് അങ്ങനെ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയാൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരണം, അത് തിരിച്ച് വേറെ കപ്പലുകളിൽ നിന്ന് ആ കപ്പലുകളിലേക്ക് കയറിപ്പോകണം, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വരുത്തിയ നിയമലംഘനത്തെ ചൂണ്ടിക്കാണിച്ചാണ് ഏതാണ്ട് 205 കോടിയോളം രൂപ ഇവർക്ക് പിഴയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പറയുന്നത് എന്തിനാണ്, ഇത് കൂട്ടി വായിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുണ്ടാകും. കാരണം നമ്മുടെ കടലിൽ MSCയുടെ ഒരു കപ്പൽ മുങ്ങിത്താണിട്ട് ഏതാണ്ട് ഇപ്പം 7-8 മാസമായി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച നഷ്ടപരിഹാരവും കേസുകളും എല്ലാം നടക്കുകയാണ്. കേരള സർക്കാർ 9530 കോടി രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുകയും അതിനുവേണ്ടി കോടതിയിൽ അഡ്മിറാലിറ്റി സൂട്ട് ഫയൽ ചെയ്യുകയും ഒരു കപ്പലിനെ, MSCയുടെ കപ്പലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിന് ഉപോത്ബലകമായ രേഖകളോ തെളിവുകളോ നമുക്കുണ്ടായ നാശത്തെ സംബന്ധിച്ചുള്ള പാരിസ്ഥിതിക നാശത്തെക്കുറിച്ചുള്ള ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയില്ല. അങ്ങനെ നീണ്ടു പോയപ്പോൾ ആ കമ്പനി തന്നെ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി നൽകുകയും 135 കോടി കെട്ടിവെക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അതിനെ സ്വകാര്യ അഡ്വക്കേറ്റുമാർ, ഈ സ്വകാര്യമായി ഈ കപ്പൽ അപകടത്തെ തുടർന്ന് നഷ്ടമുണ്ടായ നഷ്ടപരിഹാരത്തിൻ്റെ വക്കീലന്മാർ, സീനിയർ അഡ്വക്കേറ്റുമാർ ഇതിനെ എതിർക്കുകയും അതിന് നല്ല രീതിയിലുള്ള കോടതിയിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തപ്പോൾ കമ്പനി പിന്മാറുകയും അവരൊരു 1227 കോടി രൂപ കെട്ടിവെക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി, ഈ 1227 കോടി രൂപ നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിനോടുള്ളൊരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചാൽ ഈ കപ്പൽ കമ്പനി വീണ്ടും ഈ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്ന വേറെ ഒരു ജൂറിസ്ഡിക്ഷനിലേക്ക് മാറ്റി കേസ് കൊടുക്കുകയും ഇത് ഒരു 35 കോടിയോ അല്ലെങ്കിൽ 130 കോടിയോ തന്നിട്ട് അവരിവിടുന്നത് ഇത് ഓസ്മാസ് പോലെ തട്ടിക്കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ കപ്പൽ കമ്പനി ഇത് മറ്റ് ജൂറിസ്ഡിക്ഷനിലേക്ക് ഈ ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി ഹർജി നൽകി വീണ്ടും അവർ ഒരു 135 കോടിയിൽ ഇത് ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിന് സമയമെടുക്കും, ഇതിന് കാലങ്ങളെടുക്കും, അല്ലെങ്കിൽ ഇതൊരു നീണ്ടു പോകുന്നൊരു കേസിൻ്റെ ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു പിടിപ്പുകേട് കൊണ്ടും നമ്മൾ അത് വേണ്ട രീതിയിൽ നമ്മൾ അതിന് വേണ്ട തെളിവുകൾ നൽകുകയും കോടതിയിൽ അത് ഹാജരാക്കുകയും നമുക്കുണ്ടായ നഷ്ടം എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് അത് ഈടാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം ദുർബലമായി പോകുന്നതുകൊണ്ടാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അമേരിക്കൻ ഫെഡറൽ സംവിധാനം ഈ കപ്പൽ കമ്പനിക്ക് 205 കോടി രൂപ പിഴയിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ കമ്പനിക്കെതിരെയാണ് നമ്മളിവിടെ കേസ് നടത്തുന്നത്. അപ്പം നമ്മളത് വളരെ യുക്തിപൂർവ്വം ചെയ്തില്ലെങ്കിൽ ഇവർ രക്ഷപ്പെടുകയും ചെയ്യും. നമ്മുടെ കടലിലെ ഈ താഴ്ന്നിരിക്കുന്ന കണ്ടെയ്നറും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളും ക്രൂഡ് ഓയിലും ബങ്കർ ഓയിലും ഒക്കെ അങ്ങനെ ഇരിക്കുകയും കടലിനും പരിസ്ഥിതിക്കും അത് വലിയ ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ കമ്പനിയെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം, സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്.